എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും പല്ലുവേദന വിരുന്ന് വരുന്ന സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് വയനാട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പഴപ്പൊടിയാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ചിരട്ടക്കരിയാണ്. ചിരട്ടക്കരി, ചിലരൊക്കെ ഇതിന് ചാർക്കോളെന്ന് പറയും. ഇത് നമ്മുടെ നാടൻ ചിരട്ട കരിച്ചുണ്ടാക്കിയ സാധനമാണ് ചിരട്ടക്കരി. ഇതിനകത്തേക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുരുമുളക്. ഇത് കണ്ടോ, കുരുമുളകാണിത്, സാധാരണ കുരുമുളക്. ഇത് കൂട്ട് അല്പം എടുക്കും. മഞ്ഞൾപ്പൊടിയാണേ. മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പണ്ടൊക്കെ സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി അതിൻ്റെ സത്തെല്ലാം കളഞ്ഞ് അതിൻ്റെ ചണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാലം മാറിയില്ലേ, കണ്ടുപിടുത്തങ്ങൾ വരിക. അപ്പം ഈ മഞ്ഞൾപ്പൊടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, പച്ചയോടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒറ്റ ദിവസത്തെ വെയിൽ, ആ വെയിൽ മതി മഞ്ഞൾ ഉണങ്ങാനായിട്ട്. അത് ഉണക്കി അത് പൊടിച്ചെടുത്ത്, വീട്ടിലൊക്കെ നമ്മൾ സാധാരണ എല്ലാം ഭക്ഷണത്തിനൊക്കെ ചേർക്കുന്ന സാധനമല്ലേ, പുറത്ത് എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലുണ്ടാകും. ഇത് ഗ്രാമ്പൂ, ഇതും കൂടി ഇതിൻ്റെ അകത്ത് പൊടിച്ച് ചേർക്കുക. അത്രയും അധികം ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അല്പം. ഇത് തുളസിയിലയാണ്, നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്, നമ്മുടെ തൊടിയിലെല്ലാം ഉള്ള സാധനം. നല്ലപോലെ ഉണക്കണം, ഉണക്കിയിട്ട് പൊടിച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഇത് കണ്ടോ, ഇത് മാവിലയാണ്, നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള സാധനം. വെറുതെ പോകുന്നതാണ് മാവില. ഇത് പല്ലിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടോ, മാവില. ഇതും ഉണക്കി പൊടിച്ചെടുക്കണം. പൊടിച്ച സാധനം ഞാൻ പിന്നെ കാണിക്കാം. കറുവാപ്പട്ടയാ, നമുക്കിതില്ലാതെ ജീവിതമില്ല അല്ലേ. നമ്മൾ ഇറച്ചി മീൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമ്മൾ തേടി പോകും. ഇത് എൻ്റെ തൊടിയിൽ നിന്ന് ഞാൻ ചെത്തിയെടുത്ത് ഉണക്കി സൂക്ഷിച്ച സാധനം. അതിനകത്ത് ഒരു മായമില്ല. ഇത് ഉപ്പാണ്. സാധാരണ നമ്മൾ കഞ്ഞിയിലൊക്കെ ഇട്ട് കുടിക്കുകയല്ലേ, ആ സാധനമല്ല. നല്ല നല്ല പൊടിയുപ്പാണ്. ഇതിനകത്ത് വേറെ അയഡിനൊക്കെ ഇടങ്ങിയിട്ടുണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ നമ്മുടെ സാധനം ഞാൻ ഉണക്കി പൊടിച്ചെടുത്ത സാധനമാണ് ഇത്. പൊടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നിങ്ങളൊക്കെ പൊടിച്ചെടുത്തത് ഞാൻ കാണിച്ചു തരാവേ. സാധനം ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട്, ഞാനത് പൊടിച്ചോണ്ട് വരാവേ. ഞാനിതെല്ലാം കൂടെ പൊടിച്ചോണ്ട് വന്നതാണേ. ഇങ്ങനെ ഇരിക്കും എല്ലാം കൂടെ പൊടിച്ച് കഴിയുമ്പോൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്ന സാധനമല്ലേ, എന്നൊന്നും അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പം ഈ ഉപ്പ് ചേർക്കുമ്പം അത് സൂക്ഷിച്ചു വെക്കാനുള്ള സാധനത്തിൻ്റെ അകത്ത് ചേർക്കണ്ട. ഈ ഉപ്പ് നമ്മൾ അപ്പം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ബ്രഷ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് വളരെ എളുപ്പമായി, എങ്ങോട്ടും പോകണ്ട. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് പറയാനും ഒന്നും മറക്കല്ലേ. നന്ദി. നാളെ വേറെ വീഡിയോയുമായിട്ട് കാണാൻ